ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിരുവെഴുത്തുകളെ ആരാഞ്ഞു നോക്കുക. സങ്കീർത്തനം 1:2 അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. വേദപുസ്തകത്തെ വായിക്കുന്നതും പഠിക്കുന്നതും ധ്യാനിക്കുന്നതും. വായിക്കുന്നത് എന്നത് തുടർന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിക്കുന്നത് എന്നത് അതിനെ ഉൾക്കൊണ്ട് മനസ്സിൽ വയ്ക്കുന്നത്, ധ്യാനിക്കുന്നത് എന്നത് മനസ്സിനെ തെളിഞ്ഞതായി മാറ്റുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:39 നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്തു നോക്കുവിൻ എന്ന് കർത്താവ് പറയുന്നു. തിരുവെഴുത്തുകളെ ശോധിച്ചു നോക്കുമ്പോൾ മനസ്സ് തെളിയുന്നത് കാണാം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും എന്ന് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6:14 പറയുന്നു. 1 പത്രോസ് 1:13 ആഗ്യാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. മനസ്സ് തെളിഞ്ഞത് എന്നത് മനസ്സിന്റെ ദൃഢനിശ്ചയത്തെ കാട്ടുന്നു. യെശയ്യാവ് 26:3 സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. ഈ മനസ്സിനെ ആർക്കും കേടുവരുത്താൻ പറ്റില്ല. 2 കൊരിന്ത്യർ 11:3 നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് എഴുതുന്നു. എന്തായാലും നാം രാപ്പകൽ തിരുവെഴുത്തുകളെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. രാത്രിയെ നമുക്ക് വെളിച്ചമാക്കണം. പകലിൽ ഇരുളില്ല. നാം വെളിച്ചത്തിന്റെ മക്കൾ, പകലിനുള്ളവർ. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല എന്ന് 1 തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം 5:5 എഴുതിയിട്ടുണ്ട്. ഇതാണ് തിരുവെഴുത്തുകളെ രാവും പകലും ധ്യാനിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങൾ. അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. ഇത് എല്ലാ കാലങ്ങളിലും ഫലം കൊടുക്കുന്ന ജീവിതത്തെ കാണിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13:6 3 സംവത്സരമായി ഫലം തരുന്നില്ല, വെട്ടിക്കളക, ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. 3 വർഷമായും ഫലമില്ല എന്നത് യൗവനം, കൗമാരം, മുതിർന്ന വയസ്സ് എന്നിവയെ കാട്ടും. ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ എന്നത് ദയയെ കാണിക്കുന്നു. മർക്കോസ് 11:13 യേശു ഇലയുള്ളൊരു അത്തിവൃക്ഷത്തിന്റെ അരികിൽ പോയി എന്ന് വായിക്കുന്നു. ഫലമില്ല എന്ന് കണ്ട ഉടനെ അതിനെ ശപിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 11:14 പിറ്റേ ദിവസം രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടോ എന്ന് മർക്കോസ് 11:20 പറയുന്നു. നാം എല്ലാ കാലഘട്ടങ്ങളിലും ഫലം കൊടുക്കുന്നവരായിരിക്കണം. രാപ്പകൽ തിരുവെഴുത്തുകളെ ധ്യാനം ചെയ്യണമെങ്കിൽ അതിനു മുമ്പേ ഒരു വേർപാട് നമുക്ക് ആവശ്യം. ദുർമാർഗക്കാർ, പാവി, പരിഹാസക്കാർ, ഈ 3 പേരെയും വിട്ട് നാം അകന്നാൽ മാത്രമേ തിരുവെഴുത്തുകളെ രാവും പകലും ധ്യാനിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ദുർമാർഗത്തെ വിട്ട്, പാവിയെ വിട്ട്, പരിഹാസക്കാരെ വിട്ട് വിലകിയാൽ മാത്രമേ ഈ വേദവചനത്തെ ധ്യാനം ചെയ്യുന്ന ജീവിതം നമുക്ക് സാധ്യമാകുകയുള്ളൂ. ആദ്യമായി ദുർമാർഗക്കാർ. ലോത്ത് ഒരു നീതിമാൻ, പക്ഷേ അവൻ ദുഃഖകരമായി അവസാനിച്ചു എന്നത് നമുക്കറിയാമല്ലോ. എന്തായാലും അവൻ ഒരു ദുർമാർഗൻ. രണ്ടാമതായി പാവി. എബ്രയർ 12:15, 16, 17 വചനങ്ങളിൽ ഏശാവ് മാനസാന്തരത്തിന് ഇടം കണ്ടില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മാനസാന്തരത്തിന് ഇടം കാണാതെ പോയ അവൻ ഒരു പാവി. മൂന്നാമതായി പരിഹാസക്കാരൻ. ഇശ്മയേൽ ഒരു പരിഹാസക്കാരൻ. ആദ്യമായി ലോത്ത്. അബ്രഹാമിനോട് ചേർന്ന് ജീവിച്ചവനാണ് ലോത്ത്. യാക്കോബിനോട് ചേർന്ന് ജനിച്ചവൻ ഏശാവ്. ഇസ്ഹാക്കിന് മുമ്പ് ജനിച്ചവനാണ് ഇശ്മയേൽ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന മുൻപിതാക്കൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ശക്തികളാണ് ലോത്ത്, ഇശ്മായേൽ, ഏശാവ്. ഇതിന് വിരോധമായി പ്രവർത്തിക്കുന്ന ശക്തികളെ നാം അതിജീവിക്കുമ്പോൾ, അതായത് അതിനെ വിട്ട് വിലകുമ്പോൾ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന മുൻപിതാക്കളുടെ അടിച്ചുവടുകളെ നമുക്ക് പിൻപറ്റുവാൻ സാധിക്കും. തിരുവെഴുത്തുകളെ രാപ്പകൽ ധ്യാനിക്കാൻ സാധിക്കും. വേദപുസ്തകം അവർക്കുള്ളത്. അബ്രഹാമിനോടുകൂടെ ലോത്ത് വന്നാലും ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ ഇടയന്മാർക്കും ലോത്തിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. ഈ പിണക്കത്തെ മാറ്റുവാൻ അബ്രഹാം പറയുന്നു, നമുക്ക് പിണക്കമില്ലാതെ നമുക്ക് പിരിയാമെന്ന് പറയുന്നു. അതുമാത്രമല്ല, തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെയും സ്വയം തീരുമാനിക്കുവാനുള്ള ഇഷ്ടത്തെയും ലോത്തിന് കൊടുക്കുന്നു. ലോത്ത് നോക്കി തന്റെ കണ്ണ് ശരിയായത് തിരഞ്ഞെടുക്കാതെ സോദോം ഗൊമോറ തിരഞ്ഞെടുക്കുന്നു. അത് നീരോട്ടമുള്ളത് എന്ന് കാണുന്നു. ഉൽപ്പത്തി 13:10 അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചതിനു മുമ്പ് അത് യഹോവയുടെ തോട്ടം പോലെയും സോർ വരെ മിശ്രയും ദേശം പോലെയും ആയിരുന്നു. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 13:13 പറയുന്നുണ്ട്. ഉൽപ്പത്തി 19 സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം 2 ദൂതന്മാരെ അയക്കുന്നത്
പറയുന്നതായി കാണാം. അവർ ലോത്തിന്റെ വീട്ടിൽ പ്രവേശിച്ചതായി ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം ആദ്യ 3 വചനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി 19:13 ഈ പട്ടണത്തിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു എന്ന് ഉൽപ്പത്തി പുസ്തകം 19:15 പറയുന്നുണ്ട്. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യമാരെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി എന്ന് ഉൽപ്പത്തി പുസ്തകം 19:16 എഴുതിയിട്ടുണ്ട്. പർവ്വതത്തിൽ കയറാൻ പറ്റില്ല എന്ന് ലോത്ത് പറയുന്നതായി 19 അധ്യായം അതിന്റെ 19 പറയുന്നു. ഇതാ ഈ പട്ടണം സമീപമാകുന്നു, അത് ചെറിയതാകുന്നു, ഞാൻ അവിടേക്ക് പോകാമെന്ന് കേട്ടയുടനെ ദൈവദൂതന്മാർ അനുവാദം കൊടുക്കുന്നു. ഇതിനെ ഉൽപ്പത്തി പുസ്തകം 19:20, 21, 22 വരെ നമുക്ക് കാണാം. അബ്രഹാമിനോടുകൂടെ ലോത്ത് ഇരിക്കുന്നത് പരിപൂർണമായ ഹിതം ഇതിനെ ലോത്തിന് പ്രാപിക്കാൻ കഴിയാതെ പോയി. പർവ്വതത്തിൽ ഓടിപ്പോകണം എന്നത് പ്രസാദമുള്ള ഹിതം, അത് പറ്റില്ല. ആ ചെറിയ പട്ടണത്തിൽ പോകാമെന്നത് നന്മയായ ഹിതം. റോമർ 12:2 നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്ന് എഴുതിയിരിക്കുന്നു. സോദോം ഗൊമോറ എന്ന ദുഷ്ടന്മാരുടെ നടുവിൽ ലോത്ത് തന്റെ കുടുംബത്തോടെ നീതിമാനായി വൈരാഗ്യമായി ജീവിച്ചു എന്ന് പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സോവർ വിട്ട് വേറെ സ്ഥലത്തിൽ പോയപ്പോൾ ലോത്തിന്റെ ജീവിതം വളരെ കഷ്ടത്തിലായി അവസാനിച്ചു. ഇതിനെ ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം അതിന്റെ 30 വചനത്തിൽ നിന്ന് തുടർച്ചയായ വചനങ്ങളിൽ നമുക്ക് കാണാം. ഏതായാലും നീതിമാനായ ലോത്ത് ദുർമാർഗക്കാർ എന്ന നിലയിൽ അവസാനിക്കുന്നു. രണ്ടാമതായി ഏശാവ് യാക്കോബ് രണ്ടുപേരും റിബേക്കയുടെ വയറ്റിൽ ഇരുന്ന ഇരട്ട കുട്ടികൾ. ഇതിനെക്കുറിച്ച് അമ്മയായ റിബേക്ക വെളിച്ചത്തെ പ്രാപിക്കുന്നു. അതായത് ഇവരെക്കുറിച്ചുള്ള സത്യങ്ങളെ റിബേക്കയ്ക്ക് ദൈവം വെളിപ്പെടുത്തുന്നു. ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് ശ്രേഷ്ഠപുത്ര ഭാഗം എനിക്കെന്തിനാ എന്ന് ഏശ പറഞ്ഞ് തന്റെ ശ്രേഷ്ഠപുത്ര ഭാഗത്തെ അലക്ഷ്യം ചെയ്യുന്നു. ആഹാരത്തിനെക്കാട്ടിലും ശ്രേഷ്ഠപുത്ര ഭാഗം വലിയത്. 1 കൊരിന്ത്യർ 6:13 പ്രകാരം വയറും ഭോജ്യങ്ങൾ ഇല്ലാതെയാകുന്നതാണ്. ശ്രേഷ്ഠപുത്ര ഭാഗം എന്നത് ആദ്യ ഫലം, അത് നിലനിൽക്കേണ്ടതാണ്. ഉൽപ്പത്തി 5 അധ്യായത്തിൽ ആദാം മുതൽ നോഹ വരെ 10 ആദ്യഫലങ്ങളെ നമുക്ക് കാണാം. ഉൽപ്പത്തി 11 അധ്യായത്തിൽ ഷേം മുതൽ അബ്രഹാമിന്റേതു വരെ 10 ആദ്യഫലങ്ങളെ നമുക്ക് കാണാം. അബ്രഹാമിന് ശേഷം ഇസഹാക്ക് ആദ്യഫലം, ഇസഹാക്കിന് ശേഷം ഏശാവ്, അത് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് യാക്കോബ് ആദ്യഫലം, യാക്കോബിന് ശേഷം യോസേഫ് ആദ്യഫലം, യോസേഫിന് ശേഷം എഫ്രൈമാണ് ആദ്യഫലം. ഇതിനെ 1 ദിനവൃത്താന്തം 5 അധ്യായം ആദ്യ 2 വചനങ്ങളിലും യിരെമ്യാവിന്റെ പുസ്തകം 31 അധ്യായം 9 വചനത്തിലും നമുക്ക് കാണാം. എന്തായാലും മൂത്ത മക്കൾ എന്ന വംശാവലിയിൽ ഏശാവ് ഇല്ല. വേട്ട തേടി ആഹാരമുണ്ടാക്കി അനുഗ്രഹത്തെ പ്രാപിക്കണം, ഇതിലും ഏശാവ് തോൽവിയെ സന്ദർശിക്കുന്നു. യാക്കോബാണ് അനുഗ്രഹത്തെ പ്രാപിച്ചത്. യാക്കോബ് ഏശാവിന് ആഹാരത്തെ ഉണ്ടാക്കി ശ്രേഷ്ഠപുത്ര ഭാഗത്തെ പ്രാപിച്ചു. തന്റെ പിതാവിന് ആഹാരത്തെ ഉണ്ടാക്കി അനുഗ്രഹത്തെ പ്രാപിച്ചവൻ. ഏശാവ് ഒരു നേരത്തെ ഭോജനത്തിനായി തന്റെ ശ്രേഷ്ഠപുത്ര ഭാഗത്തെ നഷ്ടപ്പെടുത്തി. പിതാവിന് ആഹാരത്തെ കൊടുക്കാൻ പറ്റാത്ത സ്ഥാനത്തിലും അനുഗ്രഹത്തെ പ്രാപിക്കുവാനും പറ്റാതെയായി. അവൻ കണ്ണുനീരോട് ദുഃഖത്തോടും അപേക്ഷിച്ചിട്ടും മാനസാന്തരത്തിന് ഇടം കണ്ടില്ല എന്ന് എബ്രയർ 12:17 എഴുതപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഏശാവ് ഒരു പാപി. മൂന്നാമതായി ഇഷ്മയേൽ ഇസഹാക്കിനെ പരിഹാസം ചെയ്യുന്നതായി ഉൽപ്പത്തി പുസ്തകം 21:9 നാം കാണുന്നു. ദൈവത്തെ പരിഹസിച്ചുകൂടാ എന്ന് ഗലാത്യർ 6:7 എഴുതപ്പെട്ടിട്ടുണ്ട്. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്, സ്തോത്രമത്രേ വേണ്ടത് എന്ന് എഫെസർക്ക് എഴുതിയ ലേഖനം 5:4 പറയുന്നു. എലീശയെ പരിഹാസം ചെയ്ത ബാലന്മാരെ പെൺകരടി ഇറങ്ങി വന്ന് കീറിക്കളഞ്ഞു എന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം 2:24 എഴുതിയിട്ടുണ്ട്. ഇഷ്മായേൽ ഇസഹാക്കിനെ പരിഹാസം ചെയ്യുന്നതിനാൽ അബ്രഹാം അവരെ വീട് വിട്ട് പുറത്താക്കുന്ന ഒരു സ്ഥിതിയിൽ വരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 21:14 എഴുതിയിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 27:39-40 ഇസ്രയേൽ ജനങ്ങൾ യേശുവിനെ ക്രൂശിച്ച് തലകുലുക്കി അവരെ ദുഷിക്കുന്നു. ഇഷ്മയേൽ പരിഹാസം ചെയ്ത് ശിക്ഷ പ്രാപിക്കുന്നത് പോലെ ഇസ്രയേൽ ജനങ്ങൾ പരിഹാസം ചെയ്ത് ന്യായ തീർപ്പിനെ പ്രാപിക്കുന്നു. മത്തായി 8:12 രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും
പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും എന്ന് എഴുതിയിരിക്കുന്നു. ഇത് ഇസ്രയേൽ ജനങ്ങളെ കാണിക്കുന്നു. എന്തായാലും ലോത്ത്, ഏശാവ്, ഇഷ്മയേൽ ഈ 3 പേരെ വിട്ട് നാം പിരിഞ്ഞ് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന പൂർവ്വ പിതാക്കന്മാരുടെ അടിച്ചുവടുകളെ നാം പിന്തുടരണം. ഇതാണ് രാവും പകലും തിരുവെഴുത്തുകളെ ധ്യാനിക്കുന്ന അനുഭവം. വേദവചനങ്ങളെ വായിക്കാം, വേദവചനങ്ങളെ പഠിച്ച് മനസ്സിൽ പതിക്കാം, വേദവചനങ്ങളെ ആരാഞ്ഞു നോക്കാം. മനസ്സ് തെളിവിനെയും ദൃഢമനസ്സിനെയും പ്രാപിക്കാം. വെളിച്ചത്തിന്റെ മക്കളായി പകലിനുള്ളവരായി മാറാം. എപ്പോഴും എല്ലാ കാലങ്ങളിലും ഫലം കൊടുക്കുന്ന ഒരു സ്ഥാനത്ത് നമുക്കിരിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.